ഡൊണാൾഡ് ട്രംപിന് പ്രചരണ റാലിയിൽ സുരക്ഷാ വീഴ്ചകൾ. കാര്യമായ പരിക്കുകളേൽക്കാതെ ട്രംപ് രക്ഷപ്പെട്ടെങ്കിലും ഇപ്പോൾ ചർച്ചയാകുന്നത് സീക്രട്ട് സർവീസ് ഏജൻസിയുടെ സുരക്ഷാ പിഴവാണ്. ട്രംപ് രക്ഷപ്പെട്ടത് തലനാഴിഴയ്ക്കാണ്. അത് വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. സുരക്ഷാ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് റാലി ആരംഭിക്കുന്നതിന് മുമ്പ് പരിശോധനയിലും നിരീക്ഷണത്തിലും അടിസ്ഥാനപരമായി പരാജയം സംഭവിച്ചുവെന്നാണ്. റാലി നടക്കുന്ന സ്ഥലത്തിന് സമീപത്തുള്ള ഫാക്ടറിയുടെ മുകളിൽ നിന്നാണ് മാത്യു ക്രൂക്സ് ട്രംപിന് നേരെ വെടിയുതിർത്തത്. പരിസര പ്രദേശങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാൻ സുരക്ഷാ സംഘത്തിന് കഴിയാത്തതിന് തെളിവാണ് ട്രംപിന് നേരെയുണ്ടായ ഈ ആക്രമണം. ഇത്തരം ആക്രമണങ്ങൾ തടയാനും ഉയർന്ന സ്ഥലങ്ങളിൽ നിന്ന് വെടിവയ്പ് ഉണ്ടാകുന്നത് തടയാൻ സാധാരണയായി സുരക്ഷാ സംഘങ്ങളോ പോലീസോ അത്തരം സ്ഥലങ്ങളിൽ നിലയുറപ്പിച്ച് മുൻകരുതൽ എടുക്കണമെന്നും മുൻ ഉദ്യോഗസ്ഥർ പറയുന്നു. പരിപാടിയിൽ പങ്കെടുക്കുന്നവർ മാഗ്നോമീറ്റർ ഉൾപ്പെടെ സുരക്ഷാ ചെക്ക് പോസ്റ്റിലൂടെ കടന്നുപോയിട്ടും ഈ സുരക്ഷാ സംവിധാനങ്ങളിൽ നിന്ന് മാറാനും കൃത്യമായി വെടിയുതിർക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്തെത്താനും അക്രമിക്ക് കഴിഞ്ഞു. വേദിക്ക് സമീപമുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ റൈഫിളുമായി ഒരാൾ നിൽക്കുന്നത് കണ്ടതായി സംഭവ സ്ഥലത്തുണ്ടായിരുന്നവർ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. സംഭവത്തിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സീക്രട്ട് സർവീസ് ഏജൻസിയുടെ പ്രതിനിധി പങ്കെടുത്തിരുന്നില്ല. ഏജൻസിയുടെ സുരക്ഷാ വീഴ്ചകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള നീക്കമാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്നതെന്ന് വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ട്രംപിനെ പുറത്താക്കാൻ സാധിച്ചെങ്കിലും അവർക്കുണ്ടായ പരിഭ്രാന്തി വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. ട്രംപിന്റെ പിന്നിൽ നിന്ന ഉയരം കൂടിയ ഉദ്യോഗസ്ഥർ കവചം തീർത്തെങ്കിലും ട്രംപിന്റെ മുൻപിൽ നിന്ന പൊക്കം കുറഞ്ഞ ഉദ്യോഗസ്ഥയാണ് കവചമായി നിന്നത്. ട്രംപിന്റെ തല പൂർണ്ണമായി മറയ്ക്കാൻ സാധിച്ചിരുന്നില്ല. ഇതൊക്കെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തെ വലിയ വീഴ്ച തന്നെയാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. റിപ്പബ്ലിക്കൻ അനുഭാവിയായ 20-കാരനാണ് ഡൊണാൾഡ് ട്രംപിന് നേരെ വെടിയുതിർത്തത്. കനത്ത സുരക്ഷാ വലയം മറികടന്നാണ് തോമസ് മാത്യു ക്രൂക്സ് എന്ന യുവാവ് ട്രംപിനെ ആക്രമിച്ചത്. മാനുഫാക്ചറിംഗ് പ്ലാന്റിന് മുകളിൽ നിന്നാണ് ഇയാൾ വെടിയുതിർത്തത്. സംഭവ സ്ഥലത്ത് നിന്നും 180 മീറ്റർ അകലത്തിലുള്ള ഈ കെട്ടിടത്തിലിരുന്നാണ് അക്രമി ആക്രമണം നടത്തിയത്. ഇയാൾ മാത്രമാണോ അതോ കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് ഇപ്പോൾ വ്യക്തമാക്കാൻ കഴിയില്ലെന്നും FBI പറയുന്നു. വോട്ടർ രേഖകൾ പ്രകാരം റിപ്പബ്ലിക്കൻ പാർട്ടിയിലാണ് ക്രൂക്സിന് അംഗത്വം. ക്രൂക്സിന്റെ ആദ്യ കന്നി വോട്ട് നവംബറിൽ നടക്കാനിരുന്ന തെരഞ്ഞെടുപ്പിലാണ്. ഇയാൾ 17 വയസ്സുള്ളപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തക സമിതിയായ ആക്ട് ബ്ലാവിന് $15 സംഭാവന നൽകിയിരുന്നു. 2022-ൽ ഇയാൾ ബൈതൽ പാർക്ക് ഹൈസ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതായാണ് റിപ്പോർട്ട്. കൂടാതെ റിപ്പോർട്ടുകൾ പ്രകാരം ദേശീയ മാത്സ് ആൻഡ് സയൻസ് ഇനീഷ്യേറ്റീവ് സ്റ്റാർ അവാർഡ് നേടിയ വിദ്യാർത്ഥി കൂടിയായിരുന്നു ഇയാൾ. ഈ യുവാവിന് ക്രിമിനൽ പശ്ചാത്തലമുള്ളതായി വിവരമില്ല. വെടിവയ്പ്പിന് മുൻപ് സംഭവ സ്ഥലത്ത് ഇയാളെ കണ്ടതായി നിരവധി പേർ മൊഴി നൽകിയിട്ടുണ്ട്. അക്രമി AR-50 സെമി ഓട്ടോമാറ്റിക് തോക്കാണ് ആക്രമണത്തിനായി ഉപയോഗിച്ചിരുന്നത്. ട്രംപ് സംസാരിച്ചിരുന്ന വേദിയിൽ നിന്നും 120 മീറ്ററോളം അകലെയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് യുവാവ് വെടിയുതിർത്തത്. ആക്രമണത്തിന് പിന്നിൽ എന്താണ് കാരണമെന്ന് വ്യക്തമല്ല. അക്രമിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റുമാർക്കെതിരെയുള്ള വധശ്രമം ഇതാദ്യമല്ല. ലിങ്കൻ മുതൽ ട്രംപ് വരെ അത് നീണ്ടുകിടക്കുകയാണ്. നീണ്ട 52 വർഷത്തിനു ശേഷമാണ് അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആക്രമിക്കപ്പെടുന്നത്. രാജ്യം സ്ഥാപിതമായ 1776 മുതൽ നിരവധി പ്രസിഡന്റുമാർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. അമേരിക്കയിൽ ആദ്യമായി കൊല്ലപ്പെടുന്ന പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ ആണ്. 1865 ഏപ്രിൽ 14 വാഷിംഗ്ടൺ ഫോർട്സ് തിയേറ്ററിൽ നടന്ന ചടങ്ങിനിടെയാണ് എബ്രഹാം ലിങ്കൻ കൊല്ലപ്പെട്ടത്. ജോൺ വിൽസ് ബൂത്ത് എന്ന ആളാണ് പ്രസിഡന്റിനെ വെടിവെച്ച് കൊന്നത്. തലയ്ക്ക് പിന്നിൽ വെടിയേറ്റ പ്രസിഡന്റിനെ ചികിത്സയ്ക്ക് കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിറ്റേന്ന് തന്നെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ലിങ്കനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ കറുത്ത വർഗക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടമായിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. അധികാരത്തിലേറി 6-ാം മാസത്തിനു ശേഷം പ്രസിഡന്റ് ജെയിംസ് ഗർഫോർഡിനെയും കൊലപ്പെടുത്തി. 1881 ജൂലൈ 2-ന് ന്യൂ ഇംഗ്ലണ്ടിലേക്ക് പോകാനായി വാഷിംഗ്ടണിലെ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന് വെടിയേറ്റത്. അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പ്രസിഡന്റ് ആഴ്ചകളോളം വൈറ്റ് ഹൗസിൽ ചികിത്സയിലായിരുന്നുവെങ്കിലും രക്ഷിക്കാനായില്ല. സെപ്റ്റംബറിൽ മരിച്ചു. ന്യൂയോർക്കിലെ ബുഫലോയിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് വില്യം മാക്കിൻലി കൊല്ലപ്പെട്ടത്. 1901 സെപ്റ്റംബർ 6-നായിരുന്നു ഈ ആക്രമണം. നേർക്കുനേരുണ്ടായ വെടിവയ്പിൽ 2 ബുള്ളറ്റുകളാണ് പ്രസിഡന്റിന്റെ നെഞ്ചിൽ നേരിട്ട് പതിഞ്ഞത്. സെപ്റ്റംബർ 14-ന് അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. അധികാരത്തിലേറി 6 മാസം പിന്നിട്ടപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ മരണവും. 32-ാം പ്രസിഡന്റായിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് പ്രസംഗിക്കുമ്പോഴാണ് ആക്രമണമുണ്ടായത്. 1933-ലായിരുന്നു ഈ സംഭവം. പക്ഷേ അദ്ദേഹത്തിന് ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നില്ല. എന്നാൽ ആക്രമണത്തിൽ ചിക്കാഗോ മേയർ ആന്റൺ സെർമാക് കൊല്ലപ്പെട്ടു.
33-ാം പ്രസിഡന്റായിരുന്ന ഹാരി എസ് ട്രൂമാന് നേരെയും വധശ്രമം ഉണ്ടായിട്ടുണ്ട്. 1950 നവംബറിലായിരുന്നു ഈ സംഭവം. വൈറ്റ് ഹൌസിന് സമീപം ബ്ലെയർ ഹൌസിൽ കഴിയുകയായിരുന്ന ട്രൂമാനെ വീട്ടിലേക്ക് കയറി അക്രമികൾ വെടിവെക്കുകയായിരുന്നു. ഈ ആക്രമണത്തിൽ നിന്ന് പ്രസിഡന്റ് തലനാഴിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പക്ഷേ സംഭവത്തിൽ ഒരു പോലീസുകാരനും അക്രമികളിൽ ഒരാളും കൊല്ലപ്പെട്ടിരുന്നു. ജോൺ എഫ് കെന്നഡിക്ക് നേരെ വെടിയുതിർത്തത് 1963 നവംബറിലായിരുന്നു. പരിക്കേറ്റ് പ്രസിഡന്റിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. 1975 ജെറാഡ് ഫോർഡിനെതിരെയും വധശ്രമം നടന്നിരുന്നു. ഇദ്ദേഹത്തിനെതിരെ 17 ദിവസത്തിന്റെ വ്യത്യാസത്തിൽ 2 തവണയാണ് വധശ്രമം ഉണ്ടായത്. പക്ഷേ 2 വട്ടം അദ്ദേഹം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. 1981 40-ാം പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപിനെതിരെ വെടിവയ്പുണ്ടായത്. ഈ ആക്രമണം ജനക്കൂട്ടത്തിൽ നിന്ന് തന്നെയായിരുന്നു. വാഷിംഗ്ടൺ DC-യിൽ വെച്ച് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം നടന്നത്. പ്രസിഡന്റിനെ കൂടാതെ മറ്റ് 3 പേർക്കും ആക്രമണത്തിൽ വെടിയേറ്റിരുന്നു. ജോർജ് W. ബുഷിനെതിരെ ആക്രമണം നടന്നത് 2005 ടിബിലിസിയിൽ നടന്ന റാലിക്കിടയിലായിരുന്നു. പ്രസിഡന്റിന് നേരെ ഹാൻഡ് ഗ്രനേഡ് എറിയുകയായിരുന്നു. ഗ്രനേഡ് പൊട്ടാത്തത് കൊണ്ടാണ് പരിക്കേൽക്കാതെ പ്രസിഡന്റ് രക്ഷപ്പെട്ടത്. തിയോഡർ റൂസ്വെൽറ്റിന് 1912 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനായി പ്രചരണം നടത്തുന്നതിനിടയിലാണ് വെടിവെയ്പിൽ പരിക്കേറ്റത്. 2 തവണ പ്രസിഡന്റായിരുന്ന ഇദ്ദേഹം 3-ാം തവണ മത്സരത്തിന് ഇറങ്ങിയപ്പോഴായിരുന്നു വധശ്രമമുണ്ടായത്. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ സൂക്ഷിച്ച പേപ്പറുകളും മെറ്റൽ ഗ്ലാസ് കേസും ബുള്ളറ്റിന്റെ ആഘാതത്തെ പ്രതിരോധിച്ചതിനാൽ അദ്ദേഹത്തിന് ആക്രമണത്തിൽ കാര്യമായ പരിക്കുകൾ ഏറ്റിരുന്നില്ല. റോബർട്ട് കെന്നഡി കൊല്ലപ്പെടുന്നത് ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നിൽക്കുന്നതിനിടയിൽ ലോസ് ആഞ്ചൽസിലെ ഹോട്ടലിൽ വെച്ചായിരുന്നു. കാലിഫോർണിയ പ്രൈമറിയിൽ വിജയിച്ചതിനു ശേഷം പ്രസംഗിക്കാൻ പോകുന്നതിന് മുന്നോടിയായി 1968 ഈ ആക്രമണം നടന്നത്. ഡൊണാൾഡ് ട്രംപിനെതിരെയുണ്ടായ ഈ ആക്രമണത്തിൽ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത് ഇത്തരം ആക്രമണങ്ങൾക്ക് അമേരിക്കയിൽ സ്ഥാനമില്ലെന്നാണ്. വിഷയത്തെ എല്ലാവരും അപലപിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ട്രംപുമായി ഫോണിൽ സംസാരിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ സംഭവത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സുഹൃത്തിനെതിരെയുള്ള അക്രമത്തിൽ ആശങ്കയുണ്ടെന്നും വ്യക്തമാക്കി. രാഷ്ട്രീയത്തിൽ ആക്രമണത്തിന് സ്ഥാനമില്ലെന്നും മോദി എക്സിൽ കുറിച്ചു. സംഭവത്തിൽ താൻ ഉത്കണ്ഠനാണെന്നും ഇത്തരം പ്രവർത്തികൾ ശക്തമായി എതിർക്കണമെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. അദ്ദേഹം വേഗം സുഖം പ്രാപിച്ച് വരട്ടെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകരാഷ്ട്രങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് വ്യാകുലപ്പെടാറുള്ള അമേരിക്ക സ്വന്തം രാജ്യത്ത് സംഭവിച്ച സുരക്ഷാ വീഴ്ചയെ ഒരു അപമാനമായി തന്നെ കണക്കിലെടുക്കേണ്ടി വരും.